ആന ഉടമസ്ഥന് അച്ചാരം കൊടുത്ത് ആനയെ വാങ്ങി വിറ്റ് കാശാക്കുന്ന ഇടനിലക്കാരനാണ് ഇവന്റെ പ്രഭു. അപ്പൊ ആനക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആർക്കാണ് ഇതിലൊരു സ്വയം ഒരു കൺട്രോൾ ഏർപ്പെടുത്താവുന്നത്? നമ്മളെ പോലെയുള്ള ദരിദ്രന്മാരായ ക്ഷേത്ര ഭാരവാഹികൾക്ക്. കാശുള്ള ക്ഷേത്രക്കാർ ആനയെ വിളിച്ചിട്ടൊന്നും കുഴപ്പമില്ല. നമുക്കൊരു ആനയെ വിളിക്കുന്നത് എന്താ? നമ്മുടെ തന്ത്രി പറഞ്ഞു നമുക്ക് 2 ശ്രീകോവിൽ തുല്യ പ്രാധാന്യം, അപ്പൊ 2 ആനപ്പുറത്തേ പറ്റുള്ളൂ. ആന വേണമെന്നില്ല, നമ്പൂതിരി കയ്യിലെടുത്തു നടന്നാലും മതി. ആനയാണെങ്കിൽ 2 ആന വേണം. ഒരാനയ്ക്ക് 30,000 രൂപ മിനിമം വേണം. 20,000 രൂപ പാട്ടത്തിൽ കുറഞ്ഞ ആനയില്ല. ആനയെ മാത്രം വിളിച്ചാൽ പോരാ. ഒരാനക്കാരന് 1,800 വീതം പാറ്റ, 3,600 രൂപ. അതായി ആനച്ചമയങ്ങൾ, കോലം, ആലവട്ടം, വെഞ്ചാമല കൊണ്ടുപോയി 2,000 രൂപ വരും. പിന്നെ 40 പനമ്പട്ടെങ്കിലും കൊടുത്തു വെക്കും. ഇത്രയും സാധനങ്ങളെ കൊണ്ട് ആന എന്നെങ്കിൽ മിനിമം 30 രൂപ വേണം. 2 ആനയെ 60,000 രൂപ. 7 ദിവസം ഉത്സവത്തിന് 4 ലക്ഷം രൂപയായി. ഈ പാവപ്പെട്ട പൊതുവിൽ ക്ഷേത്രത്തിന് അത് പറ്റില്ല. ഇത്തരത്തിലുള്ള ദരിദ്രനാരായണന്മാരായ ക്ഷേത്രങ്ങൾ സ്വയം പിന്മാറുകയോ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് ആനകളോട് സ്നേഹമാണ്. മറ്റുള്ളവർ ആനയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആനയെ അമിത ജോലിഭാരം കൊണ്ട് കഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ആനയോടുള്ള സ്നേഹം കൊണ്ട് ആനകളുടെ അമിത ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി നാം സ്വയം പിന്നോട്ട് മാറുന്നതാണ്. അല്ലാതെ പൈസ ഉള്ളവൻ ആന എഴുന്നള്ളിച്ചോട്ടെ, നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല. അത്തരത്തിൽ ഉള്ളൊരു കാര്യത്തിന് നമ്മൾ പുറപ്പെട്ടപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കാൻ തയ്യാറായ എന്റെ സദസ്യൻ കൂടിയായ ശ്രീ ജയശങ്കറും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വാർഡ് മെമ്പർ ശിവ പരിധിയുള്ള, ഞാൻ അവരെ പ്രസംഗിക്കാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചില്ല. എങ്കിലും സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച വാർഡ് മെമ്പറോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ പറയുന്നത് പൂർണ്ണമായി ശരിയല്ലെങ്കിലും കിട്ടിയ അവസരം കളയാതെ പറയുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു റോഡ് നന്നാക്കാനുള്ള ഫണ്ട് ശരിയായില്ലെന്ന് പറഞ്ഞു. ഉറപ്പാണ്. അപ്പൊ ഓർഡറായെന്ന് പറഞ്ഞാൽ സന്തോഷം. കാരണം ഞങ്ങൾ ഇന്ന് രഥം കൊണ്ടുവന്ന് ഈ വഴിക്ക് രഥം കൊണ്ടുവന്ന് രഥത്തിന്റെ 4 ചക്രവും 4 വശത്ത് പോയനെ. അതിലെ കാർ ഓടിച്ചൊന്ന് ജബ്ബാറിന് അറിയാതെ ധാരാളം ചേട്ടൻ അപ്പുറത്തൂടെ അതെന്റെ പുള്ളിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് മനഃപൂർവ്വം ഈ വഴിക്കാണ് രഥം കൊണ്ട്, അല്ലെങ്കിൽ ഈ രഥം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷത്തേക്കെങ്കിലും ഞങ്ങൾക്ക് നല്ല റോഡിൽ കൂടെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഞാനിപ്പോ ആരെയും അത് പറഞ്ഞു. അപ്പോ ശശിരമൻ ആറാട്ട് കടവ്, ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിലെ കടവ് ശരിക്കും പഞ്ചായത്തിൽ നിന്ന് കടവ് ബാത്തിൻഘാട്ട് എന്നുള്ള രീതിയിൽ എന്തോ പഞ്ചായത്തിലായാലും കെട്ടിത്തന്നു. പക്ഷെ അവിടെ വെള്ളം ഇറങ്ങിപ്പോയി അവിടെ മുഴുവൻ ചെളി കൂടിയിട്ട് ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനും പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പമ്പ കൊണ്ടുവന്ന് വെച്ച് മോട്ടറൊക്കെ വെച്ച് കുറെ സഖ്യത അടിച്ചു കളഞ്ഞു. എങ്കിലും ഒരു നോട്ടം അങ്ങോട്ടുകൂടി വേണം. എന്തെങ്കിലും ആ ആ കുളിക്കടവിൽ എന്തൊക്കെയായാലും ഈ കാര്യത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജബ്ബാറിന്റെയും ശിവ പരിധുള്ളിയുടെയും ഏറ്റവും കാര്യമായ ഒരു സഹകരണ ഇത് വേണം. അതിനും കൂടെ കൂടി ഈ അവസരം ഇടവരുത്തട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി ആർക്കും നന്ദി പറയാൻ ബാക്കിയില്ല എന്ന് തോന്നുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഇന്നത്തെ ഈ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട രഥസമർപ്പണത്തിന്റെ ശില്പികളെ വീണ്ടും അവർക്ക് നന്ദി പറയുന്നു. ഇനി ആർക്കെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിലധികം പബ്ലിസിറ്റി എന്ന മാധ്യമങ്ങളുണ്ട്. മാതൃഭൂമി, മനോരമ ന്യൂസ്, ഒത്തിരി വളരെ വലിയ രീതിയിൽ നമുക്ക് പരസ്യങ്ങളുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആർക്കെങ്കിലും നന്ദി രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്നിൽ വന്നുപെട്ട ഈ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ട ചുമതല ഞാൻ പൂർത്തി. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാര്യത്തിൽ ഒരുപാട് നമ്മുടെ ഈ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി, ഉത്സവാഘോഷ കമ്മിറ്റി, ക്ഷേത്ര സമിതി, അതിൽ ഒരുപാട് പിള്ളേർ എല്ലാവരും കൂടി വലിയൊരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായ കാര്യങ്ങൾ വിജയിപ്പിച്ചാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. പൊതിൽ ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹസ്വാമിയുടെയും അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചതായിട്ട്